ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതുമായ ഒരു റൈസാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, അതൊന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുത്തതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. 2 വറ്റൽമുളക്, 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ നേരത്തെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പൊന്നി റൈസാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിവിടെ 2 ടൊമാറ്റോ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ചതല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ നമ്മൾ അരച്ച് ചേർക്കുന്നതാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് സവാള കൂടി നേരത്തെ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത കൂട്ടത്തിൽ 1 സവാളയും കൂടി ഒന്നോ പകുതിയോ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ സവാള ചേർക്കുന്നില്ല. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം വെള്ളമൊക്കെ കുറേശ്ശെ വറ്റി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി എരിവനുസരിച്ച് നമുക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പേർക്കുള്ള റൈസാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ പൊന്നി റൈസാണ്. നിങ്ങൾക്ക് വൈറ്റ് റൈസ് ഏത് വേണമെങ്കിലും ചേർത്തുണ്ടാക്കാം. ബസുമതി റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. പൊന്നി റൈസിലുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടപ്പെട്ടത് പൊന്നി റൈസിലുണ്ടാക്കിയപ്പോഴാണ്. അങ്ങനെ ഞാനിപ്പോൾ 2 പേർക്കുള്ള റൈസാണ് എടുക്കുന്നത്.
കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. റൈസിൽ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറ് പൊടിഞ്ഞു പോകാതെ അധികം വേവാതെ തന്നെ എടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് അങ്ങനെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് ഉപ്പ് നോക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. എൻ്റെ ചോറിൽ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഈ പൊന്നി റൈസ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും, ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല കമൻസും കൂടെ അറിയിക്കണം.